നമ്മുടെ കേരളത്തില് പലവിധ വാർത്തകൾക്കിടയിലും മുങ്ങിപ്പോകുന്ന ഒരു അപകടമുണ്ട്. എലിപ്പനി ബാധിച്ച് കേരളത്തിൽ ഇതുവരെ 356 പേർ മരണമടഞ്ഞു എന്നുള്ളത്. 5000-ലധികം പേർ രോഗികളായി മാറിയിട്ടുണ്ട്. ഇതിനകത്തുള്ള അപകടം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇടവിട്ട് പെയ്യുന്ന മഴയ്ക്കകത്ത് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് മഴ പെയ്യുന്ന സമയത്ത് ഓടകളിൽ നിന്നും ബാക്കി ഡ്രെയിനേജിൽ നിന്നുമുള്ള എല്ലാ വേസ്റ്റും, പ്രത്യേകിച്ച് ലിക്വിഡ് വേസ്റ്റ് നമ്മൾ നടക്കുന്ന ഭാഗത്തേക്കോ നമ്മുടെ വീടിന്റെ പരിസരത്തേക്കോ എല്ലാം ഒഴുകി നിറഞ്ഞു വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ലിക്വിഡ് വേസ്റ്റിനകത്ത് എലിയുടെ മൂത്രവും എലിയുടെ കാഷ്ടവും കാണാനുള്ള സാധ്യതയുണ്ട്. അവയിൽ കാണപ്പെടുന്ന ലെപ്റ്റോസ്പൈറ എന്ന് വിളിക്കുന്ന ഒരിനം ബാക്ടീരിയയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മുടെ കാലുകളിലോ വിരലുകളുടെ ഇടയിലോ കാണുന്ന വളരെ ചെറിയ മുറിവുകളിലൂടെ ഈ ബാക്ടീരിയകൾ രക്തത്തിലേക്ക് പ്രവേശിക്കുകയും ഏകദേശം 2 മുതൽ 2 ആഴ്ച വരെ കഴിയുന്നതിന്റെ ഇടയ്ക്ക് വെച്ച് നമുക്ക് പനിയായിട്ട് തുടങ്ങുകയും ചെയ്യുന്നു. അതായത് ചെറുതായിട്ട് തുടങ്ങുന്ന പനി, സാധാരണ ഒരു ജലദോഷ പനി പോലെ തുടങ്ങുമെങ്കിലും ശക്തമായ ദേഹം വേദന, കണ്ണുകളിലെ ചുവപ്പ് നിറവും, ക്രമേണ ഇത് തുടങ്ങി നല്ല ദേഹം വേദന, നടുവേദനയായിട്ട് തുടങ്ങിയിട്ട് എന്ത് ചെയ്താലും പനി മാറാതെ നിൽക്കുകയും ഒടുവിൽ വൃക്കകൾക്കകത്ത് ബ്ലീഡിംഗ് ഉണ്ടായി രക്തം കൂടുതൽ മൂത്രത്തിലൂടെ പോകുന്ന പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുകയും ചെയ്യും. രോഗം ഗുരുതരമായിട്ടാണ്. ഇത്രയും ആരോഗ്യത്തിൽ മുന്നിൽ നിൽക്കുന്നു പറയുന്ന കേരളത്തിൽ ഇതുവരെ 356 രോഗികൾ ഈ വർഷം കഴിഞ്ഞ നവംബർ മാസം വരെ മാത്രം മരണപ്പെട്ടത്. ഇത്തരത്തിലുള്ള ഒരു അപകടം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ മഴയത്തുള്ള നിങ്ങൾ ഈ വേസ്റ്റ് മാനേജ്മെന്റ് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക. എലികൾ നമ്മുടെ വീട്ടിലും പരിസരത്തുള്ളതിനെ ഒഴിവാക്കാനായിട്ട് നോക്കുക. കഴിയുന്നത്ര മഴ സമയത്ത് ചെളി വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികളെല്ലാം ഈ ചെളി വെള്ളത്തിൽ കളിക്കാൻ വിടുന്നതിനെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് നോക്കുക. കൈകാലുകളിൽ മുറിവുണ്ടെങ്കിൽ അവ സൂക്ഷ്മമായിട്ട് കെട്ടി അവ മുറിവ് ഉണങ്ങിയിട്ട് മാത്രമേ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ഇതെല്ലാം മലയാളികളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഇത് പലരും പറഞ്ഞു തരാത്ത അറിവാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ഈ ഗുരുതരമായ രോഗം പിടിപെടും.